നമസ്കാരം. നമുക്ക് ഇപ്പോൾ നിയമസഭയിലേക്ക് നോക്കിയാൽ ഭയങ്കര രസമാണ്. ഒരാൾ വരുന്നു, പുകഴ്ത്തുന്നു. ഇത് എന്തിനുള്ള തുടക്കമാണെന്ന് ആർക്കറിയാം. ഈ പറയുന്ന വലിയ കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തതയാണോ ഇത് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാര്യം വേറൊന്നുമല്ല, നമ്മുടെ പുതിയ ആർലേക്കർ എന്ന് പറയുന്ന വിശ്വനാഥ് ആർലേക്കർ എന്ന് പറയുന്ന നമ്മുടെ പുതിയ ഗവർണർ പുതിയ നയപ്രഖ്യാപനം ഇന്ന് നിയമസഭയിൽ നടത്തി. വളരെ മനോഹരമായിരുന്നു. കേരളത്തെ വാനോളം പ്രശംസിച്ച് പുകഴ്ത്തിക്കൊണ്ട് നടത്തിയ ഒരു മനോഹരമായ പ്രസംഗം എന്ന് തന്നെ പറയേണ്ടി വരും. കൃത്യമായി എവിടെയൊക്കെ അതായത് നമ്മുടെ സംസ്ഥാന സർക്കാർ എന്തൊക്കെയാണോ പറയാൻ ആഗ്രഹിക്കുന്നത് അതെല്ലാം തന്നെ ഗവർണർ അവിടെ നിന്നൊരു നയപ്രഖ്യാപനത്തിലൂടെ വ്യക്തമാക്കി. സംസ്ഥാന സർക്കാരിനെ ഇത്രയധികം വാഴ്ത്തിപ്പാടി ആരിഫ് മുഹമ്മദ് ഖാനൊന്നും വാഴ്ത്തിപ്പാടിയിട്ടില്ല. ഇത്രയധികം വാഴ്ത്തിപ്പാടിയിട്ടുള്ള ഒരു ഗവർണറെ നമ്മൾ മുൻപ് കണ്ടിട്ടേയില്ല. അതാണ് പറഞ്ഞത്, ഒരു വലിയ കൊടുങ്കാറ്റിന് മുമ്പുള്ള അല്ലെങ്കിൽ ഒരു പ്രളയത്തിന് മുമ്പുള്ള ശാന്തതയാണോ ഇത് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാര്യം ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ കാണിച്ചു കൂട്ടിയതൊക്കെ നമുക്കറിയാം. ഈ ഗവർണർ ഇപ്പോൾ വന്നു കയറിയ ഉടനെ സർവകലാശാലകൾ തൻ്റെ വരുതിയിലാക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന നീക്കങ്ങളെക്കുറിച്ച് നമുക്കറിയാം. അവിടെ ഇനിയിപ്പോൾ നടക്കേണ്ടത് ഈ പറഞ്ഞ വൈസ് ചാൻസലർ അധ്യക്ഷനായി കൊണ്ടായിരിക്കണം അവിടുത്തെ സെനറ്റ് യോഗങ്ങൾ പോലും ഉണ്ടാകേണ്ടത് എന്ന് പറഞ്ഞ ഗവർണറെ നമുക്കറിയാം. ഇനിയും ഏതൊക്കെ കാര്യത്തിൽ എവിടെയൊക്കെ പിടിവീഴുമെന്നുള്ളത് നമുക്ക് വഴിയേ അറിയാം. എന്തായിരുന്നാലും ചില കാര്യങ്ങൾ സർക്കാർ പറഞ്ഞത് അല്ലെങ്കിൽ ഈ ഗവർണർ പറഞ്ഞത് അതൊരു പിണറായിസം എന്ന രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടേക്കാം. നാളെ പിണറായിയെക്കുറിച്ച് പുകഴ്ത്തി പറയുക അല്ലെങ്കിൽ ഇപ്പോഴത്തെ മന്ത്രിസഭയെ പുകഴ്ത്തി പറയുക. കാര്യം പിണറായി വിജയനും നമ്മുടെ സ്പീക്കറും അതോടൊപ്പം തന്നെ എല്ലാവരും കൂടെ ചേർന്ന് പാർലമെന്ററി കാര്യ മന്ത്രിയും ഒക്കെ കൂടെ ചേർന്നിട്ടാണ് അദ്ദേഹത്തെ സ്വീകരിച്ച് ഈ പറയുന്ന നിയമസഭയിലേക്ക് എത്തിച്ചത്. അതിനുശേഷമായിരുന്നു അദ്ദേഹത്തിൻ്റെ നയപ്രഖ്യാപന പ്രസംഗം. നവകേരളം എന്ന് പറയുന്ന ഒരു സങ്കല്പത്തെ നവകേരള സൃഷ്ടിക്കായിട്ട് ഒരുമിച്ച് നിൽക്കാമെന്നുള്ളൊരു ആഹ്വാനം എന്ന വണ്ണമാണ് അദ്ദേഹം ഈ നവകേരളത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചത്. നവകേരളം എന്ന് പറയുന്ന ആ ഒരു ആശയം, ഇവിടെ 62 ലക്ഷത്തിലധികം വരുന്ന ആൾക്കാർക്ക് കയ്യിലെത്തുന്ന 1600 രൂപ എന്ന് പറയുന്ന പെൻഷൻ പദ്ധതി, ഇതിനെ അദ്ദേഹം പുകഴ്ത്തി പറഞ്ഞു. അതായത് ചുരുങ്ങിയ സ്രോതസ് കൊണ്ട്, നമ്മുടെ കയ്യിലുള്ളത് വളരെ ചുരുങ്ങിയ വിനിമയ സ്രോതസ് മാത്രമാണ്. ഈ ചുരുങ്ങിയ സ്രോതസ് കൊണ്ട് പരമാവധി പദ്ധതികൾ നടപ്പിലാക്കി എടുക്കുക എന്നുള്ളതാണ് ഈ സർക്കാരിൻ്റെ ലക്ഷ്യം. അതോടൊപ്പം വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും നമ്മൾ നേടിയിട്ടുള്ള നേട്ടങ്ങളെക്കുറിച്ചും വികസന കാര്യത്തിൽ കേരള സംസ്ഥാനം മറ്റു സംസ്ഥാനങ്ങൾ മാതൃകയാക്കേണ്ടി വരും എന്നുള്ളതും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലെല്ലാം കേരളം വളരെ മനോഹരമായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള വിവരം അദ്ദേഹം പറയുന്നു. അതോടൊപ്പം തന്നെ സർക്കാരിന് വേണ്ട ഒരു നിർദ്ദേശം എന്നുള്ള നിലയ്ക്ക് എവിടെ മേപ്പാടിയിൽ ബാധിത മേഖലയിൽ ദുരന്തം അനുഭവിച്ച് വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് ടൗൺഷിപ്പിൻ്റെ നിർമ്മാണം സമയബന്ധിതമായി, അതായത് 1 വർഷത്തിനകം തന്നെ പൂർത്തിയാക്കി അവർക്ക് വാസയോഗ്യമാക്കി കൊടുക്കണം എന്നുള്ളതിനെക്കുറിച്ചും അദ്ദേഹം സൂചിപ്പിച്ചു പോയി. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം അവിടെ ദുരന്തമുണ്ടായിട്ടുണ്ട്. അതോടൊപ്പം നമുക്കറിയാം മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടക്കം ഡൽഹിയിൽ പോയി അവിടെ സമരം ചെയ്ത് നമുക്കറിയാം. അതായത് സർക്കാരിന് വേണ്ട GST നഷ്ടപരിഹാരം ലഭ്യമാക്കണം, ടാക്സിൻ്റെ വിഹിതം കിട്ടണം, ഇങ്ങനെയുള്ള ഗ്രാൻഡ് അനുവദിക്കണം. ഇത്തരം കാര്യങ്ങൾക്കായിട്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടക്കം അവിടെ പോയി സമരം ചെയ്ത് നമ്മൾക്കറിയാം. അതേ സാഹചര്യം തന്നെ അദ്ദേഹം എടുത്തു പറയുകയാണ്. ഇവിടെ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട GSTയുടെ നഷ്ടപരിഹാരമോ ഗ്രാൻഡോ ഒന്നും യഥാസമയം കേരളത്തിലേക്ക് ലഭിക്കുന്നില്ല. അപ്പോൾ സംസ്ഥാന സർക്കാരിന് ഇതൊരു വലിയ ബാധ്യതയായി മാറുന്നു. പദ്ധതികൾ നടപ്പിലാക്കാൻ ഇതൊരു വലിയ തടസ്സമായി മാറുന്നു. എന്നിരുന്നിട്ട് പോലും സർക്കാർ ഈ പറഞ്ഞ കുറഞ്ഞ ഒരു സാമ്പത്തിക അവസ്ഥയിൽ നിന്നിട്ട് പോലും ഈ രീതിയിൽ നല്ല രീതിയിൽ അത് വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എന്നുള്ള വിവരം അദ്ദേഹം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ വിദ്യാഭ്യാസ മേഖല ഉയർന്ന നിലവാരത്തിലുള്ള വിദ്യാഭ്യാസമാണ് നൽകുന്നത്. അതോടൊപ്പം നമ്മുടെ വിദ്യാഭ്യാസപരമായ സമ്പദ്ഘടന ഉണ്ടാവണം. ആരോഗ്യപരമായ വളർച്ചയാണ് നമ്മൾ കൈവരിച്ചിരിക്കുന്നത്, ആരോഗ്യ കേരളം എന്ന് തന്നെ നമുക്ക് പറയാം. ഇതൊന്നും മറ്റൊരു സംസ്ഥാനത്തിലും ഇല്ല എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് ആർലേക്കർ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇതൊക്കെ എന്ത് തന്നെ ആയിരുന്നെങ്കിലും സർക്കാർ ഒരു കരട് എഴുതി കൊടുക്കുന്നു, ആ കരട് അംഗീകരിച്ചുകൊണ്ടാണല്ലോ അദ്ദേഹം വായിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നയപ്രഖ്യാപന പ്രസംഗം പോയിരിക്കുന്നത്. എന്തു തന്നെയാണെങ്കിലും ഇപ്പം തൽക്കാലത്തേക്ക് നമ്മുടെ ഗവർണർ വിശ്വനാഥ് ആർലേക്കർ എന്ന് പറയുന്ന നമ്മുടെ ഗവർണർ ഒരു പക്ഷേ സർക്കാരിനെ അനുകൂലിച്ച് തന്നെ പറയുന്നു. ഇനി നാളെ ഈ ഗവർണർ എന്തൊക്കെ മാറ്റി പറയും എന്നുള്ളത് വഴിയേ കാണാം. കാര്യം അദ്ദേഹം ആരിഫ് മുഹമ്മദ് ഖാനേക്കാൾ തീവ്രമായ ഹിന്ദുത്വ വിശ്വാസമുള്ള ഒരാളാണ് എന്ന് നമുക്കറിയാം. അദ്ദേഹം നേരത്തെ ഇരുന്ന ഭാഗങ്ങളിലെല്ലാം തന്നെ അദ്ദേഹം ആ രീതിയിലുള്ള കാര്യം ഏകദേശം 10-40 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു BJPയുടെ സംഘപരിവാർ രാഷ്ട്രീയ പശ്ചാത്തലമാണ് അദ്ദേഹത്തിനുള്ളത് എന്ന് നമുക്കറിയാം. അപ്പോൾ ഇതൊക്കെ എന്തിൻ്റെ മുന്നൊരുക്കങ്ങളാണ്, അല്ലെങ്കിൽ തല്ലിന് മുമ്പുള്ള തലോടലായി നമുക്കിതിനെ കാണണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് വഴിയെ മനസ്സിലാക്കാം. ഗവർണർ എന്തായാലും ഇരിക്കട്ടെ. ഇനി കാലാവധി പൂർത്തിയാക്കാൻ ഇനിയും കുറച്ച് വർഷങ്ങൾ കൂടി കടന്നു പോകേണ്ടതുണ്ട്. ആ സമയത്ത് ഈ ഗവർണർക്ക് എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കാം എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണണം.